എത്ര നേരമായി ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുന്നതെന്ന് അറിയാമോ? എന്താ ചേച്ചി ഇത്രയും താമസിച്ചത്? അവർ കാറിൽ നിന്നും വന്നിറങ്ങിയതും കാവേരി അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി ഗൗരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചാണ് ചോദിച്ചു. കാവേരി അമർത്തി പിടിച്ചത് ഗൗരിക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മുന്നിൽ അവൾ ഒരു ചിരിയോടെ നിന്നു. ഇന്ദ്രേട്ടനകത്തേക്ക് വാ, ഞങ്ങൾ കുറേ നേരമായി നോക്കി നിൽക്കുന്നു. കാവേരി അവന്റെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ വരാൻ കുറേ സമയം പിടിക്കുമെന്ന് നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണല്ലോ. ഇന്ദ്രൻ അവിടെ കൂടെ മുന്നോട്ട് നടക്കുന്നതിനോടൊപ്പം ഗൗരവത്തോടെ കാവേരിയോട് ചോദിച്ചു. അല്ല, ഞാൻ അവൾ എന്ത് പറയണമെന്നറിയാതെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. ഇവൾ എങ്ങനെയാണ് മോനെ? മോൻ ഇത്തിരി താമസിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അത് കേൾക്കാതെ നിങ്ങൾ വരുന്നത് നോക്കി ഇവിടെ ഇരുന്നു. പാവാണ്, എല്ലാവരോടും നല്ല സ്നേഹവും. ഗിരി അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും കാവേരി നന്നായി പുഞ്ചിരിച്ചു. അതിന് അമർത്തി മൂളിക്കൊണ്ട് ഗൗരിയുടെ കയ്യിൽ പിടിച്ചവൻ അകത്തേക്ക് നടന്നു. നിങ്ങളുടെ റൂം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കാവേരിമുള്ള റൂമാണ്. ഇവിടെ മുള്ള റൂമാണ് ഇത്തിരി വലുത്. നിങ്ങൾ രണ്ടാളും അവിടെ പോയി ഫ്രഷ് ആയിട്ട് വന്നോളൂ. അവർ രണ്ടുപേരും അകത്ത് കയറി കുറച്ചു നേരം ഇരുന്നതും കാവേരിയുടെ റൂം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗിരി പറഞ്ഞു. ഗൗരിയുടെ റൂമിൽ എന്താണ് കുഴപ്പം? എനിക്ക് അവിടെ തന്നെ മതി, അവൻ ഗൗരവത്തിൽ പറഞ്ഞിട്ട് ഗൗരി ഒന്ന് നോക്കി. നിന്റെ റൂം എവിടെയാണ്? എനിക്കൊന്ന് ഫ്രഷ് ആകണം. ഇന്ദ്രൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു കേൾക്കാൻ ഗൗരി അവനെ തന്റെ റൂം കാണിച്ചു കൊടുത്തു. എങ്കിൽ പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹാളിലിരിക്കുന്ന എല്ലാവരോടും മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇന്ദ്രൻ ഗൗരിയുടെ കൈ പിടിച്ച് റൂമിലേക്ക് നടന്നു. ഇവിടെ സൗകര്യങ്ങളൊക്കെ അല്പം കുറവാണ്. അപ്പുറത്ത് കാവേരിയുടെ റൂം ഇതിലും നല്ല വലിപ്പമുണ്ട്. അവിടെ മതിയായിരുന്നല്ലോ. ഇന്ദ്രന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഗൗരിയുടെ റൂമിൽ കയറി ചുറ്റും കണ്ണോടിക്കുന്ന ഇന്ദ്രനോട് വല്ലായ്മയുടെ ഗൗരി പറഞ്ഞു. ഞാൻ സൗകര്യമുള്ള റൂമിൽ മാത്രമേ കിടക്കുമെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? അവളെ രൂക്ഷമായി എന്ന് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു കേട്ടു. അവളിൽ നിന്നതുപോലെ തലയാട്ടി. എങ്കിൽ പിന്നെ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവിടെ എല്ലാവരും കാത്തിരിക്കല്ലേ, അവരെ ഒരുപാട് ഇരുത്തി മോഷിപ്പിക്കണ്ട. അവളോട് അതും പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് ഇന്ദ്രൻ ബാത്റൂമിലേക്ക് കയറി. ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും ഗൗരി അവന്റെ കയ്യിൽ നിന്നും കൈ വലിച്ചെടുക്കാൻ ആവുന്നതും ശ്രമിച്ചു. പക്ഷെ ഇന്ദ്രൻ അവളെ വിടാതെ തന്നെ പിടിച്ചിരുന്നു. വിടി ഇന്ദ്രേട്ടാ, പുറത്ത് എല്ലാവരും ഉള്ളത് കണ്ടില്ലേ? ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ. ഗൗരി മുഖത്തുണ്ടായ വിയർപ്പ് തുള്ളികൾ തുടച്ച് നീക്കിക്കൊണ്ട് വെപ്രാളത്തോടെ പുറത്തേക്ക് നോക്കി. ഇവിടെ കാശ് കാണാൻ എന്തിരിക്കുന്നു? നീ എൻ്റെ ഭാര്യയാണ്. നിന്റെ കൂടെ സമയം ചിലവഴിച്ചാൽ ആരാണ് എന്നോട് ചോദിക്കാൻ വരുന്നത്? അവളുടെ ഇടുപ്പിലായി പിടിച്ചുകൊണ്ട് അല്പം ദേഷ്യത്തിൽ അവൻ ചോദിച്ചു. പുറത്തെ ഹാളിലും തന്റെ റൂമിലേക്ക് എത്തി നോക്കുന്ന കാവേരിയിൽ ഗൗരിയുടെ കണ്ണുകൾ എത്തിയതും അവൾ ദയനീയമായി അങ്ങനെ തന്നെ നിന്നുപോയി. ആ സമയം തന്നെയാണ് ഇന്ദ്രൻ ആ റൂമിന്റെ ഡോർ വലിച്ചടയ്ക്കുന്നത്. എന്താ ഇന്ദ്രേട്ടാ ഇത്? അവർ എന്ത് വിചാരിച്ചു കാണും? ഗൗരി അടഞ്ഞ് വാതിൽ നോക്കി ദയനീയമായി ചോദിച്ചു. എന്റെ ഭാര്യയുമായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ആരും ശല്യം ചെയ്യാൻ വരുന്നത് എനിക്കിഷ്ടമില്ല. ഇങ്ങനെ വാതിലടച്ചാൽ കുഴപ്പമില്ലല്ലോ. ഇന്ദ്രൻ ഭാവഭേദമില്ലാതെ പറഞ്ഞു കേട്ടതും അവളൊന്ന് മൂളി. ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത് കഴിഞ്ഞ് നീ കയറിക്കും, എന്നിട്ട് പുറത്തേക്ക് ഒരുമിച്ച് പോകാം. എനിക്കാണെങ്കിൽ ഇവിടെ ആരെയും അത്രയ്ക്ക് എന്നെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നീ കൂടെ തന്നെ നിന്നോണം. ഇന്ദ്രൻ പറഞ്ഞതിന് അവൾ തല കുലുക്കി. അവളെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൻ ഫ്രഷ് ആകാൻ കയറി. ഇന്ദ്രൻ ഇറങ്ങുമ്പോൾ ഗൗരി ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. എന്താ നീ എന്തിനാ ചുമ്മാ ഇങ്ങനെ നഖം കടിച്ചുകൊണ്ട് നിൽക്കുന്നത്? അവൻ നനഞ്ഞു തോർത്ത് ഗൗരിയുടെ തോളിലിട്ടുകൊണ്ട് ചോദിച്ചു. അല്ല, ബാത്റൂം ഇഷ്ടമായോ എന്നറിയാൻ. ഇവിടെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ റൂമിൽ പോകാം. ഗൗരി പറഞ്ഞു കേട്ടതും അവൻ അവളെ നിന്ന് കോർപ്പിച്ചു നോക്കി. എനിക്ക് ഇവിടെ തന്നെ മതിയെന്ന് നിന്നോട് പറഞ്ഞില്ലേ? നിനക്ക് ഇത്രയും നാൾ ഇവിടെ കിടക്കാമെങ്കിൽ എനിക്കൊരു ദിവസം ഇവിടെ കിടക്കുന്നതിൽ എന്ത് പ്രശ്നം? ചുമ്മാ ഓരോന്നും പറഞ്ഞു നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വരാൻ നോക്കുന്നേ. ഇന്ദ്രൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കട്ടിലായിട്ടിരുന്നു. തന്റെ റൂമിലെ പോലെ വിശാലമായ കട്ടിലല്ലായിരുന്നു അവിടെയുള്ളത്. 2 പേർക്ക് കിടക്കാമെങ്കിലും അവർ അത്രയും അടുത്ത് കിടന്നില്ലെങ്കിൽ താഴെ പോകുമെന്ന രീതിയിലാണ്. അത് കണ്ട ഇന്ദ്രൻ മെല്ലെ നിന്ന് മേശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ച് കഴിഞ്ഞതും ഫ്രഷായി ഇറങ്ങിയ ഗൗരി അവനിന്ന് നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കൂടെ തന്നെ ഇന്ദ്രനും. ഇതിപ്പോ എത്ര നേരമായി ഇന്ദ്രേട്ടാ? ഫ്രഷ് ആകാൻ ഇത്രയും നേരം വേണോ? അവനെ കണ്ടതും കാവേരി കൊഞ്ചലോടെ അവന്റെ കയ്യിൽ പിടിച്ചു. ഗൗരി കൂടെ ഇറങ്ങാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു, അതാ താമസിച്ചത്. ഇന്ദ്രൻ സെറ്റിൽ ഇരുന്നുകൊണ്ട് താല്പര്യമില്ലാത്തതുപോലെ ഗൗരവത്തോടെ പറഞ്ഞു. അതിനിപ്പോ ചേച്ചി ഫ്രഷായി വരുന്നത് വരെ ഇന്ദ്രൻ അവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പുറത്തുണ്ടായിരുന്നല്ലോ, ഇവിടെ വന്നിരിക്കാമായിരുന്നു. കാവേരി ഇന്ദ്രൻ പറഞ്ഞത് ഇഷ്ടമാകാതെ പറഞ്ഞു. ഞാൻ പിന്നെ എൻ്റെ ഭാര്യയുടെ കൂടെ അല്ലാതെ എനിക്കറിയാത്ത നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ദ്രൻ അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു കേട്ടത് കാവേരിയുടെ മുഖത്തെ ചിരി അങ്ങ് മാറി. അല്ല ഇന്ദ്രേട്ടാ, ഞാൻ അങ്ങനെയൊന്നുമല്ല, അവൾ വല്ലായ്മയോടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിലും ഇമാതിരി സംസാരമൊന്നും എന്നോട് വേണ്ട. ഇപ്പോൾ ആദ്യം അടുത്തിരിക്കണം, സംസാരിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതിന് പുറത്തുനിന്നും വേറെ ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമില്ല.
ഇന്ദ്രൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു കേൾക്കും അവൾ തല കുലുക്കി. അയ്യോ മോനെ, മോളെ സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ഇന്ദ്രന്റെ ഭാവമാറ്റം കണ്ടതും ഗിരി ഒരു പരിങ്ങലോടെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി, ഞാനും പറഞ്ഞതേ ഉള്ളൂ. എനിക്കിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് പുറമേന്ന് പ്രവർത്തിക്കാൻ അറിയില്ല. അല്ലടി, ഇന്ദ്രൻ ഗൗരിയെ നോക്കുമ്പോൾ അവൾ അതയുന്നത് പോലെ തല കുലുക്കി. എന്നാ പിന്നെ മോള് പോയി ഇന്ദ്രനെ കുടിക്കാൻ ജ്യൂസ് വല്ലതും റെഡിയാക്കാൻ നോക്ക്. ഫ്രൂട്ട്സ് എല്ലാം അടുക്കളയിൽ ഇരിപ്പുണ്ട്, ഞങ്ങൾക്ക് കൂടെ ആയിക്കോട്ടെ. ഗിരി പറഞ്ഞു കേട്ട് ഗൗരി ഇന്ദ്രനെ നോക്കിക്കൊണ്ട് പതിയെ എഴുന്നേറ്റു. ചേച്ചി, എനിക്ക് അല്പം മധുരം കൂട്ടിയിട്ടേക്കണേ. പിന്നെ എനിക്ക് പൈനാപ്പിൾ മതി. അത് കിച്ചണിലില്ലെങ്കിൽ നമ്മുടെ കിണറിന്റെ സൈഡിലുണ്ട്. പഴുത്ത് നിൽക്കുന്നത് രാവിലെ ഞാൻ കണ്ടിരുന്നു. കാവേരി പറഞ്ഞു കേട്ട് ഗൗരി അവളെ നോക്കി. പിന്നെ മറുപടി പറയാതെ അടുക്കളയിൽ പോകാൻ തിരിഞ്ഞു. ഗൗരി. അടുക്കളയിൽ പോകാൻ തുനിഞ്ഞ ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ അവളെ ഗൗരവത്തോടെ വിളിച്ചു. എന്താ ഇന്ദ്രേട്ടാ? ഗൗരി മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ ഇവിടുത്തെ ജോലിക്കാരിയാണോ? അല്ല എന്നാണ് എന്റെ തോന്നൽ. ഇന്ദ്രൻ തനിക്കരികിലേക്ക് അവളെ നീക്കി നിർത്തിക്കൊണ്ട് ചോദിച്ചു. അതെന്താ മോനെ അങ്ങനെ ചോദിച്ചേ? ഇവിടെ ആരാ അതിന് ഗൗരിമോളെ ജോലിക്കാരിയായി കണ്ടത്? ഗിരി പുറത്തേക്ക് വന്ന് ദേഷ്യം ഒതുക്കിക്കൊണ്ടൊന്ന് ചിരിക്കാൻ ശ്രമിച്ച് ഇന്ദ്രനോട് ചോദിച്ചു. അല്ലാതെ വിനയ്, ഇതൊക്കെ എന്താ? കല്യാണം കഴിഞ്ഞ് നിങ്ങൾ വന്ന് വിളിച്ചതിന്റെ പേരിൽ സമയമില്ലാഞ്ഞിട്ടും ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇതൊരു ചടങ്ങല്ലേ? അതൊക്കെ ഗൗരി ആഗ്രഹിക്കുന്നില്ലേ എന്നോർത്തിട്ടാണ്. ഇന്ദ്രന്റെ മുഖം ദേഷ്യത്തിലൊന്ന് ചുവന്നു. അതിനിപ്പോ ഇവിടെ എന്തുണ്ടാ ഇന്ദ്രേട്ടാ? കാവേരി കാര്യം അറിയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ ആദ്യമായിട്ട് വരുന്നതല്ലേ ഞാൻ, അപ്പോ എന്റെ ഒപ്പം വേണ്ടേ എന്റെ ഭാര്യ നിൽക്കാൻ? ഞങ്ങൾ രണ്ടാളെയും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. അതിന് പകരം ഗൗരിയെ പറഞ്ഞു വിടുന്നു. അതെന്താ, കാവേരിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാൻ കൈയില്ലെന്നുണ്ടോ? ഗൗരി തന്നെ ഉണ്ടാക്കി കൊടുക്കണോ? ഇന്ദ്രൻ കാവേരിയെ കടുപ്പിച്ചെന്ന് നോക്കി. അയ്യോ ഇന്ദ്രേട്ടാ, ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. എന്റെ ചേച്ചിയെ ഞാൻ അങ്ങനെ ജോലിക്കാരി വലതും ആയിട്ട് കാണോ? കാവേരി നിറഞ്ഞ കണ്ണോടെ ഇന്ദ്രനെ നോക്കി. നീ കാണുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇനി മുതൽ എന്റെ ഭാര്യയോട് ഇങ്ങനെ ഓർഡർ ഇടുന്നത് ഞാൻ കാണാൻ ഇടവരരുത്. എനിക്കത് ഇഷ്ടമില്ല. മനസ്സിലാവുന്നുണ്ടോ കാവേരിക്ക്? ഇന്ദ്രൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവന്റെ നോട്ടത്തിലൊന്ന് പതറിക്കൊണ്ട് കാവേരി അവനിൽ നിന്ന് നോട്ടം മാറ്റി പതിയെ തല കുലുക്കി. ഗൗരി, ഇവിടെ ഇരിക്കെ. ഇന്ദ്രൻ കാവേരി തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയുടെ കയ്യിൽ പിടിച്ച് തനിക്കരികിൽ ഇരുത്തിക്കൊണ്ട് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. ഇനിയിപ്പോ കാവേരി കൊണ്ടുവരും അല്ലേ ഇവിടെ എല്ലാവർക്കുമുള്ള ജ്യൂസ്? ഇന്ദ്രൻ കാവേരിയെ സൂക്ഷിച്ചു നോക്കി. ഞാൻ എടുത്തോളാം ഇന്ദ്രേട്ടാ. കാവേരി കണ്ണ് തുടച്ചുകൊണ്ട് ഗൗരിയെ കത്തുന്ന നോട്ടം നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. മോൾക്ക് അത്ര പരിചയമൊന്നും കാണില്ല. ഇന്ദ്രന്റെ പ്രവൃത്തി ഇഷ്ടമാകാതെ ഗിരി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗൗരിയുടെ അമ്മാവൻ കാവേരിയുടെ കൂടെ പൊയ്ക്കോ, അവൾക്ക് പറഞ്ഞു കൊടുക്കാലോ. ഇന്ദ്രൻ പറഞ്ഞു കേട്ട് ഗിരി ദേഷ്യം മടക്കിക്കൊണ്ട് അവിടെ തന്നെ മിണ്ടാതെ ഇരുന്നു. എടുക്ക് ഇന്ദ്രേട്ടാ, നല്ലോണം മധുരമെല്ലാം ഇട്ട് ഞാൻ എടുത്തതാ. ജ്യൂസ് എല്ലാം എടുത്തുകൊണ്ട് ആദ്യം തന്നെ കാവേരി ഇന്ദ്രന് നേരെ ഒരു ഗ്ലാസ് നീട്ടി പിടിച്ചുകൊണ്ട് ചീരിയോടെ പറഞ്ഞു. എനിക്കിപ്പോൾ ദാഹിക്കുന്നില്ല, തൽക്കാലം അത് കാവേരി തന്നെ കുടിച്ചു. എനിക്ക് വേണമെങ്കിൽ അത് ഗൗരി ഉണ്ടാക്കി തന്നോളൂ അല്ലേ ഗൗരി? ഇന്ദ്രൻ ഗൗരി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിനവളൊന്നും പതറിപ്പോയെങ്കിലും മുഖം താഴ്ത്തിക്കൊണ്ടത് മൂടി. കാവേരി ഗൗരിയോട് തോന്നുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ബാക്കി എല്ലാവർക്കും ജ്യൂസ് കൊടുത്തുകൊണ്ട് ഇന്ദ്രന്റെ മുന്നിലായിരുന്നു. ഇനിയിപ്പോൾ മോന് ബിസിനസ് നോക്കി നടത്താൻ ഞങ്ങളെ സഹായിക്കാം. എത്ര കാലമായി എല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നു. ഇനിയിപ്പോ ഞാനും അളിയനും ഉണ്ടല്ലോ. ഗിരി ഗൂഢമായ മുഖത്തോടെ ഇന്ദ്രനോട് പറഞ്ഞു. ഇത്രയും കാലം നോക്കി നടത്തിയത് ഞാൻ തന്നെയല്ലേ? മാത്രവുമല്ല എന്റെ ബിസിനസ് എല്ലാം ഞാൻ നോക്കി നടത്തുന്നതല്ലേ നല്ലത്? അതുപോലെ മതി. ഇന്ദ്രൻ എടുത്തടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എത്ര നേരമെന്ന് പറഞ്ഞ ഇവിടെ തന്നെ ഇരിക്കുന്നേ? നീ ഒന്ന് പുറത്തേക്ക് വന്നേ ഗൗരി. ഇന്ദ്രൻ എഴുന്നേറ്റുകൊണ്ട് ഗൗരിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എങ്കിൽ കാവേരി കൂടെ വരട്ടെ മക്കളെ, അവൾ ഇവിടേക്ക് കാണിച്ചു തരും. അതുവരെ അധികം മിണ്ടാതിരുന്ന ഗൗരിയുടെ അച്ഛൻ ബാലചന്ദ്രൻ പറഞ്ഞു. അത് വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അതുമല്ല ഞങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുമില്ലേ. അതിൻ്റെ ഇടയിൽ കാവേരി ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവുകയുള്ളൂ. ഇന്ദ്രൻ വെട്ടിത്തുറന്ന് പറഞ്ഞു കേൾത്തും കാവേരിയുടെ മുഖം വിളറി വെളുത്തു. എന്നാ നിങ്ങൾ പോയിട്ട് വാ മക്കളെ. ഗൗരിയുടെ അമ്മ പറഞ്ഞു കേൾത്തും ആരെയും നോക്കാതെ ഇന്ദ്രൻ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. നിങ്ങൾക്ക് എന്താ? ഇന്ദ്രന് നല്ലോണം ദേഷ്യം വന്നു അവന്റെ ബിസിനസ് കാര്യം പറഞ്ഞപ്പോൾ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബിസിനസ് എന്താണെന്ന് വല്ലതും അറിയോ? ഇന്ദ്രൻ ഗൗരിയെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടും ഗൗരിയുടെ അമ്മ ബാലചന്ദ്രനെ നോക്കി അല്പം മുഷിച്ചിലോടെ പറഞ്ഞു. അതിന് നീ എന്തിനാ തുളസി ആളിനോട് പറയുന്നത്? ഞാനല്ലേ അത് പറഞ്ഞത്. പിന്നെ ബിസിനസ് ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ. ഇതുപോലെ എല്ലാം പഠിച്ചെടുക്കാമല്ലോ. ഗിരി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. അങ്ങനെയല്ല ഗിരിയേട്ടാ, ഇതിപ്പോ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഇന്ദ്രൻ എന്ത് കരുതും? തുളസി ആകുലതപ്പെട്ടു. എന്ത് കരുതാൻ? ഒന്നും കരുതില്ല. നീ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഗിരി പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും ഗൗരി പോയ വഴി നോക്കി നിൽക്കുന്ന കാവേരി എന്ന് നോക്കി.
മോളെ, അമ്മാവ, എനിക്ക് നാളെ അവർ പോകുമ്പോൾ അവരുടെ ഒപ്പം അവിടേക്ക് പോകണം. അത് എങ്ങനെയാണെന്ന് ഒന്നും എനിക്കറിയില്ല. കാവേരി ഗിരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ അവിടെ പോയ പിന്നെ അമ്മാവൻ എങ്ങനെ എൻ്റെ കുട്ടിയെ ദിവസവും കാണുന്നത്? ഗിരി അവളുടെ ശരീരത്തിലേക്ക് ആർത്തിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, എപ്പം വേണമെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാലോ. കാവേരി ചിണങ്ങിക്കൊണ്ട് അയാളുടെ ദേഹത്തേക്ക് ചാഞ്ഞു. അയാളുടെ നെഞ്ചിൽ അമർന്ന് അവളെ മാറെടുത്തിരുന്ന് നോക്കിക്കൊണ്ട് ഗിരി പകുതി മനസ്സോടെ മൂളി. എല്ലാടെയും ഒപ്പം ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടും ഗൗരി ഓർത്ത് മാത്രമാണ് ഇന്ദ്രൻ രാത്രി എല്ലാടെയും ഒപ്പം കഴിക്കാനിരുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുമ്പോൾ എല്ലാടെയും സ്നേഹം തനിക്ക് വീർപ്പുമുട്ടൽ പോലെയാണ് തോന്നിയതെന്ന് ഇന്ദ്രൻ ആലോചിച്ചതും ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കാവേരിയുടെയും ഗിരിയുടെയും സ്നേഹപ്രകടനമാണ്. തൻ്റെ മുന്നിൽ ഭക്ഷണം വിളമ്പുന്ന ഗൗരിയെന്ന് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ ഒരു ദീർഘശ്വാസം എടുത്തു. എനിക്ക് മോൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഗിരി കാവേരി എന്ന് നോക്കിക്കൊണ്ട് ഇന്ദ്രനോട് പറഞ്ഞു. എന്താണ് കാര്യമെന്നറിയാൻ ഇന്ദ്രൻ ഗിരിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അത് കണ്ട് അയാൾ പറയാൻ പോകുന്ന കാര്യം ഒന്നുകൂടെ മനസ്സിലിട്ട് കൂട്ടിയും കുറിച്ചും ഇന്ദ്രന്റെ മുന്നിലേക്ക് വിളമ്പാൻ തയ്യാറെടുത്തു. കാവേരി മോൾ കുഞ്ഞായിരുന്നപ്പോൾ ഗൗരി ഇവിടെ നിന്ന് പോയതാണ്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കായി പോയത് കാവേരി മോളാണ്. ഇവിടെ അവൾക്ക് ചേച്ചി എന്ന് പറഞ്ഞ ജീവനാണ്. അളയൻ്റെ അമ്മയും കൂടെ മരിച്ചപ്പോൾ ഒറ്റയ്ക്കായി പോയ ഗൗരി മോളെ ഇങ്ങോട്ട് കൂടിയത് കാവേരിക്ക് സ്വർഗം പോലെയായിരുന്നു. ഗൗരി ഒന്ന് സ്നേഹിച്ച് വരുമ്പോഴേക്കും ഇന്ദ്രൻ അവളെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുപോയി. സത്യത്തിൽ കാവേരി മോൾക്ക് അതൊട്ടും സഹിക്കാൻ പറ്റിയില്ല. ഇന്ദ്രന് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ അപ്പം കുറച്ച് ദിവസം നിൽക്കാൻ മോളെയും കൂടെ കൊണ്ടുപോകണം. കുറച്ച് ദിവസം അവിടെ നിന്ന് കോളേജിൽ പോകട്ടെ. ഗിരി ഇന്ദ്രന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. കേട്ട കാര്യത്തിന്റെ പകപ്പിൽ ഗൗരി കാവേരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഗൗരിയെ കാവേരി ആ സമയം തന്നെയാണ് ദേഷ്യത്തിലെന്ന് നോക്കിയത്. എന്ത് ചെയ്യണമെന്ന രീതിയിൽ തന്നെ മുഖത്തേക്ക് നോട്ടമിടുന്ന ഇന്ദ്രനെ കണ്ടിട്ടും ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കാൻ നിന്നില്ല. കാവേരിക്ക് അവളെ ചേച്ചിയെ കാണണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ തറവാട്ടിലേക്ക് വരാലോ. അതിന് സ്ഥിരമായി അവിടെ വന്ന് നിൽക്കണമെന്നും വല്ലതുമുണ്ടോ? ഇന്ദ്രൻ ഗൗരവത്തോടെ ഗിരിയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഇപ്പോഴും ചേച്ചിയെ കെട്ടിപ്പൊടിച്ചുകൊണ്ട് കിടക്കാൻ കാവേരി അത്രയ്ക്ക് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ അവളുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. രണ്ടാളെയും നടക്ക് കിടത്തേക്ക്. ഇന്ദ്രൻ ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ഗൗരി ഒന്ന് നോക്കി. അവന്റെ നോട്ടം കണ്ടതും ഗൗരി പതിയെ തന്നെ തന്റെ പാത്രത്തിലുള്ളത് വാരി കഴിക്കാൻ തുടങ്ങി. അല്ല മോനെ, ഞാൻ പറഞ്ഞത്. ഗിരി വീണ്ടും പറയാൻ തുടങ്ങിയതും ഇന്ദ്രൻ അയാളെ കൈയെടുത്ത് തടഞ്ഞു. അങ്ങനെ പുറത്തുനിന്നും ഒരാൾ വന്ന് എൻ്റെ വീട്ടിൽ താമസിക്കുന്നതിന് എനിക്ക് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും റീസൺ വേണം. ഇതിപ്പോൾ ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ്? ഗൗരിയുടെ കല്യാണം കഴിഞ്ഞെന്ന് കാവേരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇവൾ ഓരോ വാശി കാണിക്കുന്നതിന് കൂടെ നിന്ന് തുള്ളിക്കല്ല. ഇന്ദ്രൻ കാവേരിയുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് കേട്ടല്ലോ അല്ലേ കാവേരി? കാവേരി മുഖമുയർത്തി നോക്കാതെ പതിയൊന്ന് മൊളി. നീ എന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നത്? രാത്രി ഉറങ്ങണമെന്ന് ഉദ്ദേശമൊന്നുമില്ലേ? ജോലിയെല്ലാം ഒതുക്കിയതിനു ശേഷം ബെഡെല്ലാം ഒന്ന് കുടഞ്ഞു വിരിച്ച് ഇന്ദ്രന്റെ പാളി നോക്കി ഗൗരി നോക്കിയവൻ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ കിടക്കാൻ തുടങ്ങുമായിരുന്നു ഇവിടെ. അവന്റെ മുഖത്തേക്ക് നോക്കാതെ പതിയെ പറഞ്ഞു. എന്നാ പിന്നെ കിടന്നു കൊടുന്നിരിക്ക്. അതോ ഇനി ഇതിനൊക്കെ മുഹൂർത്തം വലുതും നോക്കണമെന്നുണ്ടോ? ഇന്ദ്രൻ കയ്യിലിരുന്ന ഫോൺ ആ റൂമിലുണ്ടായിരുന്ന ചെറിയ ടേബിളിന് പുറത്ത് വെച്ചുകൊണ്ട് കൈ കെട്ടി അവളെ നോക്കി നിന്നു. ബെഡ് ചെറുതായതുകൊണ്ട് ബാക്കി പറയാനാകാതെ ഗൗരി അവനെ നോക്കാതെ താഴേക്ക് മിഴിക്കാൻ കണ്ടു. ഓ അങ്ങനെ, എനിക്ക് വിശാലമായിട്ട് കിടക്കാൻ നീ താഴെ കിടന്ന് ത്യാഗം ചെയ്യാൻ നോക്കിയതാകും അല്ലേ? ഇന്ദ്രന്റെ മുഖത്ത് അപ്പോഴും ഗൗരവം തന്നെയായിരുന്നു. മര്യാദയ്ക്ക് കയറി ബെഡിൽ കിടക്കാൻ നോക്കടി. അവള് തറയിൽ കിടക്കാൻ പോകുന്നു. ഗൗരിയുടെ കയ്യിൽ പിടിച്ച് ഒറ്റ വലിക്ക് ഇന്ദ്രൻ അവളെ ബെഡിൽ തള്ളി. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ കണ്ണ് തള്ളി ഗൗരി അവനെ മിഴിച്ചു നോക്കി. ചുമ്മാ ഇങ്ങനെയൊക്കെ നോക്കിയനെ ചീത്തയാക്കാതെ മിണ്ടാതെ നേരെ കിടക്കാൻ നോക്കടി. ഇന്ദ്രൻ ഒന്നുകൂടി അലറിയത് കിടത്തും ഗൗരി വെപ്രാളത്തിന് ചുമന്റെ അടുത്തായിട്ട് നീങ്ങി കിടന്നു. അത് നോക്കിക്കൂടെ ഇന്ദ്രനും. ഇനിയും അങ്ങോട്ട് നീങ്ങി ആ ചുമര് കൂടി തുറച്ച് അപ്പുറത്തേക്ക് പോകണ്ട. എനിക്ക് നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നിയാൽ ഞാനപ്പോൾ പിടിക്കും. അതിന് നീ ഇനി എത്ര നീങ്ങിക്കിടന്നാലും ശരി. അവളോട് പറയലും ഗൗരിയുടെ ഇടുപ്പിലൂടെ ഒരു കൈ കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കലും ഒരുമിച്ചായിരുന്നു. അവളുടെ പുറംഭാഗം അവന്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നതും ഗൗരി കണ്ണുകൾ ഇറക്കി അടച്ചുപോയി. പറഞ്ഞത് കേട്ടോ നീ? അവളുടെ കാതിന് നേരെ ഇന്ദ്രന്റെ പതുങ്ങിയ ശബ്ദം കേട്ടതും ഗൗരി അറിയാതെ തല കുലുക്കിപ്പോയി. പിന്നെ പതി ഇന്ദ്രന്റെ കൈകൾ തന്നിരുന്ന് മാറ്റാൻ അവൾ നോക്കിയെങ്കിലും ഇന്ദ്രന്റെ പിടി കുറച്ചുകൂടി മുറുകെ വന്നു. പെട്ടെന്ന് വേദനിച്ചതുപോലെ അവളെ നെരിവ് വലിച്ചതും ഇന്ദ്രൻ ഞൊടിയിടയിൽ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി. അവളുടെ അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയെന്ന് സംശയിച്ചുകൊണ്ട് അവനവളെ ഇടുപ്പിൽ പിടിച്ച കൈകളൊന്ന് പിൻവലിച്ചു. അപ്പോഴേക്കും
അവനിന്ന് കണ്ണും തുറന്ന് നോക്കിക്കൊണ്ട് അവൾ തിരിയാൻ ശ്രമിച്ചു. നീ എന്തിനാ ചോദിച്ചത്? അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഗൗരിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ അവൻ ചോദിച്ചു. അത് പെട്ടെന്ന് അങ്ങനെ അമർത്തി പിടിച്ചപ്പോൾ വേദനിച്ചതാണ്, അല്ലാതെ ഒന്നുമില്ല. അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് ഗൗരി കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. അതെന്താ അങ്ങനെ വേദനിക്കാനെന്ന് ഞാൻ നോക്കട്ടെ. ഇന്ദ്രൻ പറഞ്ഞു കേട്ടും ഗൗരി ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തേ ഇങ്ങനെ നോക്കാൻ? നിന്നെ വേറെ ഒന്നും ചെയ്യാനല്ല, എന്താ വേദനിച്ചതെന്ന് നോക്കാൻ മാത്രമാണ്. അവരുടെ നോട്ടം കണ്ടതും അല്പം കടുപ്പിച്ചു തന്നെ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ ഇടുപ്പിൽ നിന്നും സാരി പതിയെ നീക്കി.